ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കേരളത്തിലെ റേഷൻ കടകൾ കാലിയാക്കി ജനങ്ങൾക്ക് റേഷൻ നിഷേധിച്ച പിണറായി സർക്കാരിനെതിരെ പ്രതിഷേധവുമായി SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പത്താഴക്കാട് സെന്ററിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മൊഹിയുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടകളിലേക്ക് ധാന്യങ്ങൾ നൽകുന്ന മില്ലുടമകൾ, റേഷൻ കടകളിലേക്ക് ഇവയെല്ലാം എത്തിക്കുന്ന വാതിൽപ്പടി ജീവനക്കാർ, കരാറുകാർ, റേഷൻ കടയുടമകൾ തുടങ്ങിയവർ സമരത്തിലാണ്. ഇപ്പോഴും സമരം തീർക്കാനായി പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. റേഷൻ അരി മാത്രം ആശ്രയിച്ചു കഴിയുന്ന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് സർക്കാർ നടത്തുന്നതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാതെ പ്രശ്നം പരിഹരിച്ച് റേഷൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പിണറായി സർക്കാർ വലിയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇലക്ഷന് മത്സരിക്കുമ്പോൾ എല്ലാം ശരിയാക്കും എന്ന വളരെ ആകർഷകമായ ഒരു മുദ്രാവാക്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. വോട്ട് ചെയ്യാൻ വന്ന സാധാരണ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ആകുമ്പോൾ അത് സാധാരണക്കാരുടെ ഗവൺമെന്റ് ആകും എന്ന തെറ്റിദ്ധാരണയിൽ, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും അധികാരത്തിൽ വരിക എന്ന ഒരു ധാരണയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്ത് കേരളത്തിലുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ വോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് യാതൊരുവിധ തത്വദീക്ഷയുമില്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം അവർക്കുണ്ട് എന്ന് പോലും തോന്നാത്ത വിധം ഈ സർക്കാർ കഴിഞ്ഞ 8 വർഷക്കാലത്തോളമായി അധികാരത്തിൽ തുടരുകയാണ്. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. അവരത് ഏറ്റെടുക്കണം. വാതിൽപ്പടി ജീവനക്കാർ അത് റേഷൻ കടയിൽ എത്തിക്കണം. ഇത് കഴിഞ്ഞ് റേഷൻ കടയുടെ കരാറുകാർ, റേഷൻ കട എടുത്തവർ എന്ന് വെച്ചാൽ റേഷൻ കട ഉടമകൾ ആ റേഷൻ കടയിലൂടെ ആളുകൾക്ക് ഇത് വിതരണം ചെയ്യുക. ഇതാണ് ഇതിന്റെ പരിപാടി. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, മില്ലുടമകൾ സമരത്തിലാണ്. അവർക്ക് ന്യായമായ വില കിട്ടണം. കരാറുകാർ സമരത്തിലാണ്. അവർക്ക് ന്യായമായ കമ്മീഷൻ കൂലിയും കിട്ടണം. വാതിൽപ്പടി ജീവനക്കാർ സമരത്തിലാണ്. മറ്റന്നാൾ മുതല് കേരളത്തിലെ റേഷൻ കടക്കാർ മുഴുവനായി സമരത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ നാട്ടില് പട്ടിണി ഉണ്ടാകാതിരിക്കാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പൊതുവിതരണ സമ്പ്രദായം നാട്ടിൽ തുടങ്ങിയത്. അത് അതിഗംഭീരമായി നടന്നു വന്നിരുന്നു. ഇന്ന് ആ പൊതുവിതരണ സമ്പ്രദായത്തെ പൊളിച്ചടുക്കുവാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. നേതാക്കളായ RB മുഹമ്മദ് അലി, CB ജയലക്ഷ്മി ടീച്ചർ, PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, സൈനുദ്ദീൻ കാട്ടകത്ത്, KR അശോകൻ, റഷീദ് പോനാക്കുഴി, സലാം കുഴിപ്പുള്ളി, PD വിജയൻ, പ്രവീന്ദ വിജുമോൻ, ചന്ദ്രിക അരിയത്തുള്ളി, പ്രൊഫസർ അഹമ്മദ്, ഷാജി PA, NO ആന്റണി, PG അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TS രാജേന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും VC കാർത്തികേയൻ നന്ദിയും പറഞ്ഞു. സുനിൽ ചാനാടി, ഉണ്ണികൃഷ്ണൻ നെല്ലിപ്പറമ്പിൽ, PS സിദ്ദീഖ്, ശശി തോപ്പിൽ, സുധീർ കാട്ടകത്ത്, റഹീം കല്ലർക്കൽ, സിദ്ദീഖ് പറക്കട്ട്, മുഹമ്മദ് റാഫി കൂട്ടുങ്ങൽ, അഷ്റഫ് വൈപ്പി പാടത്ത്, അബ്ദുൽ ഖാദർ പുത്തൻപുരയിൽ, യൂസഫ് തരുപീടികയിൽ, ഷാജി കുന്നത്ത്, അബ്ദുൽ നാസർ പീടിക പറമ്പിൽ, ഷിഹാബ് ഖാലിദ്, യൂസഫ് അലി കാട്ടകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. Tradition since 1969. Lakshmi Jewelry, Kodunallur, North Paravur, Chalakudi.